മച്ചാന്മാരെ, കൊമ്പൻ ആറ്റുവാളകൾ നിന്ന് കളിക്കുന്നൊരു സ്പോട്ടാണിത്. നമ്മളിവിടെ സ്പൂൺ ലൂർ എറിഞ്ഞ് ആറ്റുവാളകൾ കൊടുക്കാനായിട്ട് പോവുകയാണ്. സിൽവർ സ്പൂൺ ലൂറുകളാണ് നമ്മളിവിടെ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കയ്യിലുള്ളൊരു സിൽവർ സ്പൂൺ ലൂർ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സിൽവർ സ്പൂൺ ലൂർ ഉപയോഗിച്ചാണ് ഇവിടെ ആറ്റുവാള വേട്ട നടത്താനായിട്ട് പോകുന്നത്. ചെറിയൊരു ലീഡർ ലൈൻ ഇട്ടിട്ടുണ്ട്. ആറ്റുവാളകൾ മാത്രമല്ല, വാഹയും ചെറുമീനൊക്കെ ഇഷ്ടം പോലുള്ള സ്പോട്ടാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അകത്ത് ആറ്റുവാളകളുടെ സ്ട്രൈക്ക് മാത്രമല്ല കിട്ടുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്പൂൺ ലൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി കാസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഡൈവയുടെ ഫൈഡർ സ്നാപ്പർ റോഡാണ് നമ്മൾ ആറ്റുവാള വേട്ടയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ട്രാഗ് അല്പം ഒരു പൊട്ടി ലൂസാക്കിയിട്ടുണ്ട്. എത്ര വലിയ മീനാണ് കയറി അടിക്കാൻ നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടെ. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. റീല് ഒക്കുമ്മയുടെ സഫീന പ്രോ എന്ന് പറഞ്ഞ റീലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണ്. എപ്പോൾ അടിപൊട്ടും എങ്ങനെ അടിപൊട്ടുമെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആഴം കറക്റ്റായിട്ട് നമ്മൾ ഈ ഏരിയയുടെ ആഴം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ ലൂർ ഉടക്കി പോകാൻ ചാൻസ് ഉണ്ട്. ആഴം അധികം ഇല്ലാത്തൊരു സ്പോട്ടാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൂൺ ലൂറിനെ അധികം ഡീപ്പിലേക്ക് വിടരുത്. അങ്ങനെ ഡീപ്പിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൂൺ ലൂർ ഉടക്കി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പുറകിൽ ഹുക്ക് ഓപ്പൺ ആണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഹുക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അടിത്തട്ടുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടക്കിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ സ്പൂൺ ലൂർ. അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളതാണിത്. നമ്മൾ കെയർഫുള്ളായിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ തിളക്കം ഭയങ്കരമാണ്. അതാണ് ഈ ആറ്റുവാളയും ചേർമീനൊക്കെ വന്ന് ഇതിൻ്റെ അകത്ത് കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഉച്ച സമയമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തിളക്കം ഒന്നുകൂടെ വർദ്ധിക്കും. ആ സമയത്ത് മീൻ നല്ല ഡീപ്പിലാണെങ്കിൽ പോലും ഇതിൽ പറന്ന് വന്ന് അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ പറഞ്ഞ് അധികം ഡീപ്പിലേക്ക് വിടാണ്ട് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടി എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അട്ടിക്കുന്നതെല്ലാം നല്ല സൂപ്പർ സൈസ് മീനായിരിക്കും ഇവിടുന്ന്. വളമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയുള്ളൊരു ഭാഗമായതുകൊണ്ട് 10-15 കിലോ ഉള്ള വാള വരെ വന്ന് അടിക്കുക. അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ സ്പൂൺ ലൂർ വാങ്ങിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഹുക്ക് നല്ല ഷാർപ്പാണെന്നും അതുപോലെ തന്നെ ബലമുള്ള ഹുക്കാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ബലമില്ലാത്ത ഹുക്കാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിൻ്റെ ഹുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നല്ല ഇച്ചിരി ബലമുള്ള ഹുക്ക് ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് തുടരുകയാണ്. നമുക്ക് ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ഒരു വമ്പൻ ആറ്റുവാളയുടെ അടി ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നല്ല തിളക്കം നമുക്ക് വെള്ളത്തിന് മുകളിൽ തന്നെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്പൂൺ ലൂറിൻ്റെ.